Hello students, നമ്മൾ മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവസാനത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ചേറെ ദിവസങ്ങളായതുകൊണ്ട് നിങ്ങൾ അതിൽ പലതും മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് കേൾക്കുന്നതിന് മുമ്പ് അതൊന്നുകൂടെ ബ്രഷപ്പ് ചെയ്തിട്ട് വേണം വരാൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡിനൊന്ന് പറഞ്ഞിട്ട് നമുക്കിതിലോട്ട് വരാം. നമ്മൾ രണ്ട് വസ്തുക്കൾ ഒരു സെൻട്രൽ ഫോഴ്സിലൂടെ ഇൻറ്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ എങ്ങനെയായിരിക്കും, അവയുടെ മൂവ്മെൻറ്റ്, മോഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് വരികയായിരുന്നു. നമ്മൾ അതിനകത്ത് എനർജി ഡയഗ്രംസ് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും സെൻട്രൽ ഫോഴ്സിൻ്റെ കേസിൽ ബൗണ്ട് ഓർബിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതായത് ബൗണ്ട് മോഷൻ ആയിരിക്കും. അപ്പോൾ ബൗണ്ട് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ പിന്നെയും ആ ഒബ്ജക്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ച ഒരു ഇക്വേഷനാണ് ഈ കാണുന്ന ആർ ഡോട്ട് എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്ന രണ്ട് ആർ തീറ്റ എന്നിങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഇവിടുത്തെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ആർ എന്ന് പറയുന്ന റേഡിയൽ കോർഡിനേറ്റും തീറ്റ എന്ന് പറയുന്ന ആംഗുലർ കോർഡിനേറ്റുമാണ്. ക്യാപിറ്റൽ ഇ സ്റ്റാൻഡ്സ് ഫോർ ദ ടോട്ടൽ എനർജി, എൽ സ്റ്റാൻഡ്സ് ഫോർ ദ ആംഗുലർ മൊമെൻറ്റം, എം സ്റ്റാൻഡ്സ് ഫോർ ദ റെഡ്യൂസ്ഡ് മാസ്. M1 M2 ആണ് രണ്ട് ഓബ്ജക്ട്സിൻ്റെ മാസസ് എങ്കിൽ M1 M2 by M1 plus M2 എന്ന് പറയുന്ന മാസിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് M. ആർ എന്ന് പറയുന്നത് റേഡിയൽ വെക്ടർ, എൽ എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം, തീറ്റ അതിൻ്റെ ആംഗുലർ കോർഡിനേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്നിട്ട് നമ്മൾ തൽക്കാലത്തെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ആറിനെ യു എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊണ്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ ഓർബിറ്റിൻ്റെ മോഷനൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിൽ സോൾവ് ചെയ്തെടുത്തു. നമുക്കതിൽ നിന്നും ആറിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ആ ആറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ഇക്വേഷൻ നമ്പർ 13 എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ആർ 1/r is equal to mk/l square into 1 plus epsilon cos theta minus theta 0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് 1/r is equal to k into 1 minus e cos theta minus theta 0 എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ്റെ ഫോമിലാണ്. ഇത് മാത്തമാറ്റിക്സിൽ ഒരു കോണിക് സെക്ഷൻ്റെ ജനറൽ ഇക്വേഷനാണ്. വേറെ ഇ സ്റ്റാൻഡ്സ് ഫോർ ദ എക്സെൻട്രിസിറ്റി. ആ കോണിക് സെക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കോണിക് സെക്ഷൻ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കോണിനെ നിങ്ങൾ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ കൊണ്ട് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ഇന്റർസെക്ഷൻ ഷേപ്പാണ് അവിടുത്തെ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ കോണിക് സെക്ഷൻ്റെ ഷേപ്പ് ഈ എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്ന ഈ പാരാമീറ്ററിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് മാറും. ഈ 1 ആണെങ്കിൽ അതൊരു പരാബോള ആയിരിക്കും. ഈ 1നേക്കാൾ വലുതാണെങ്കിൽ അതൊരു ഹൈപ്പർബോള ആയിരിക്കും. ഈ 0ക്കും 1നും ഇടയിലാണ്, 1ന് താഴെ എന്നാൽ പോസിറ്റീവ് വാല്യൂ ആണ് എങ്കിൽ അതൊരു എലിപ്സ് ആയിരിക്കും. ഈ 0 ആണെന്നുണ്ടെങ്കിൽ, എക്സാക്ട്ലി എക്സെൻട്രിസിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റെപ്രസെൻറ്റിങ് എ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫോമിലാണ് നോക്കട്ടെ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു AL സ്ക്വയർ ബൈ MK എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് കിട്ടി. സോ ദിസ് ഈസ് കോൾഡ് ദ എക്സെൻട്രിസിറ്റി ഇൻ ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ എക്സെൻട്രിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി ടേണിംഗ് പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. ടേണിംഗ് പോയിന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിതൊരു ബൗണ്ട് ഓർബിറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ബൗണ്ട് ഓർബിറ്റ് ആകുമ്പോൾ പ്രത്യേകത തുടങ്ങിയ പൊസിഷനിൽ തന്നെ തിരിച്ചു വരണം. ഈ തുടങ്ങിയ പൊസിഷനിൽ തിരിച്ചു വരണമെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് പിന്നെയും തിരിയേണ്ടി വരും അല്ലേ, അതിൻ്റെ ഡയറക്ഷൻ തിരിയണം. അപ്പോൾ ഈ ബൗണ്ട് ഓർബിറ്റിൽ ഈ രണ്ട് പൊസിഷനുകളിൽ ഇതിൻ്റെ, അതായത് ഒരു എലിപ്സും കൂടി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിന് എലിപ്സ് തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എലിപ്സിൻ്റെ ഒരു ഫോക്കസിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു ദൂരം വരെ പോവാം, ഒരു പരമാവധി എത്ര അടുത്ത് വരെ വരാം. ഈ രണ്ട് പൊസിഷനാണ് അവയുടെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടേണിംഗ് പോയിന്റ് നമ്മൾ ആറിൻ്റെ ജനറൽ ഇക്വേഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. സോ അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് 2 എക്സ്പ്രഷൻ ഫോർ ആർ മിനിമം ആൻഡ് ആർ മാക്സിമം. അവയാണ് നമ്മൾ ടേണിംഗ് പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. അവിടേക്ക് നമ്മൾ എനർജിയുടെ ഇക്വേഷൻസും ആ ടോട്ടൽ എനർജി ഇക്വേഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് a quadratic equation in terms of 1/r square. ഇവിടെ കാണുന്നത് പോലെ a quadratic equation in terms of 1/r. 1/rന്റെ ടേമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെ കിട്ടി. അതിനെ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ അറൈവ് അറ്റ് 2 വാല്യൂസ് ഫോർ r. അതാണ് നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 1/r1 is equal to mk/l square plus within brackets mk/l square the whole square plus 2me/l square the whole raised to 1/2.
അതുപോലെ 1/R2 is equal to mk by L square minus within brackets mk by L square the whole square plus 2me by L square the whole raised to 1/2. ഈ രണ്ട് പോയിന്റ് ഏതൊക്കെയാ? R1ഉം R2ഉം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഈ രണ്ട് പൊസിഷൻസ് ആണ് ഈ മോഷന്റെ ടേണിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ട്രാജക്ടറിയുടെ ടേണിംഗ് പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതി, ആർ മിനിമത്തിൻ്റെയും ആർ മാക്സിമത്തിൻ്റെയും ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്പർ 15 ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് നമ്മൾ ആ കോൺസ്റ്റന്റ് ഇവാലുവേറ്റ് ചെയ്യും. എ എന്ന് പറയുന്ന നമ്മൾ തൽക്കാലത്തെ അന്നത്തെ സപ്പറേറ്റ് സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടും. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ കെ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. സോ ഇവിടെ ഇതാണ് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേം ആണ് എ എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ഈ റൂട്ട് ടേം ആണ്. അപ്പോൾ നമുക്ക് എ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എം കെ ബൈ എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് വിൽ ഗിവ് യു എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ കെ സ്ക്വയർ ബൈ എൽ സ്ക്വയർ സ്ക്വയർ എൽ റൈസ് ടു 4 പ്ലസ് ദിസ് ടേം സെക്കൻഡ് ടേം ഏതാ 2me ബൈ എൽ സ്ക്വയർ. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ ഇങ്ങനെ നമുക്ക് കണ്ടതാണ്. എയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കിട്ടും? യു ക്യാൻ automatically calculate the value of eccentricity, right? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്സിലൺ 0 എങ്ങനെ എഴുതാം? എപ്സിലൺ സ്ക്വയർ can be written as a square l raised to 4 by m square k square. ഇത് നമ്മൾ മുമ്പ് എഴുതിയ ഇക്വേഷൻ ആണ്. എപ്സിലന്റെ ഇക്വേഷൻ നമ്മൾ അവിടെ മുമ്പ് എഴുതിയതാണ്. എപ്സിലൺ സ്ക്വയർ is equal to a square l raised to 4 divided by m square k square അല്ലേ. അപ്പോൾ നമുക്ക് a സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L raised to 4 divided by m square k square into what is the value of a square? M square k square by L raised to 4 plus 2me by L square എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ഈ ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ you get 1 and the second term when multiplied will give you plus 2 L square E divided by M K square. Okay, you arrive at an equation for epsilon square that is this. Epsilon square is equal to 1 plus 2 L square E by M K square എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എത്തിച്ചു. Okay, so let us mark this equation as equation 17. Anyway, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ എപ്സിലന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഓർബിറ്റിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ട്. എപ്സിലൻ ഷേപ്പ് ഓഫ് ഓർബിറ്റ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. എപ്സിലൻ 0 ആണെങ്കിൽ എന്താണ്? എപ്സിലൻ 1 ആണെങ്കിൽ, എപ്സിലൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓർബിറ്റിന്റെ ഷേപ്പ് ഒരു പരാബോള ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എപ്സിലൻ ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ജനറൽ ഇക്വേഷൻ ഫോർ എ കോണിക് സെക്ഷൻ എടുക്കുമ്പോൾ അതിൽ എപ്സിലന്റെ വാല്യൂ വെച്ചിട്ട് മാത്തമാറ്റിക്കലായിട്ടാണ് കോണിക് സെക്ഷന്റെ ഷേപ്പ് പറയാം. ഇപ്പം നമ്മൾ എത്തിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? എപ്സിലൺ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റിയെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമ്മളുടെ ആക്ച്വൽ ഫിസിക്കൽ സിറ്റുവേഷനുള്ള ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ആംഗുലർ മൊമെന്റം, ടോട്ടൽ എനർജി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, റെഡ്യൂസ്ഡ് മാസ് തുടങ്ങിയ ആക്ച്വൽ ഫിസിക്കൽ പാരാമീറ്ററിന്റെ ടേമിൽ നമുക്ക് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനർജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി എന്ത് പറയാം? ആ എക്സെൻട്രിസിറ്റിയുടെ ഷേപ്പ് പറയാം, അല്ലെങ്കിൽ ആ കോണിക് സെക്ഷന്റെ ഷേപ്പ് പറയാൻ പറ്റും. അപ്പോൾ എപ്സിലൺ 1 ആകുമ്പോൾ അത് പരാബോള ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് എപ്പോഴാണ് ഈ എപ്സിലൺ 1 ആവുക? എപ്സിലൺ ഈസ് 1 ഓൺലി ഇഫ് ഇ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആണ് 0 ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ട്രാജക്ടറി എന്തായിരിക്കും? പരാബോള ആയിരിക്കും. നൗ വാട്ട് ഇഫ് എപ്സിലൺ ഈസ് ഗ്രേറ്റർ ദാൻ 1? ഇത് 1 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എപ്സിലൺ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതൊരു ഹൈപ്പർബോള ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഹൈപ്പർബോള ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഇവിടെ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് എപ്പോഴാണ് ഇത് ഗ്രേറ്റർ ദാൻ 1 ആവുക? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഓൺലി ഇഫ് ക്യാപിറ്റൽ ഇ ടോട്ടൽ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ 0. എപ്പോഴാണ് രണ്ട് സെൻട്രൽ ഫോഴ്സ് വെച്ച് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് എനർജി പോസിറ്റീവ് ആകുന്നത്? അത് എപ്പോഴും റിപ്പൾസീവ് ഫോഴ്സിനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചാർജസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ നോക്കൂ. ചാർജസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒരു സെൻട്രൽ ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. അവിടെ രണ്ട് സെയിം ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ എനർജി പോസിറ്റീവ് ആകുന്ന അർത്ഥം റിപ്പൽഷൻ ആണ്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ ഗോൾഡ് ഫോയിലിലൂടെ റദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിടാൻ ശ്രമിച്ചപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ആ ഗോൾഡ് ഫോയിൽ ചെന്ന് തെറ്റി ഇങ്ങനെ ഹൈപ്പർബോള പാത്തിലൂടെയാണ് പോയത്. നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഇല്ലെങ്കിൽ നോക്കിയാൽ ഓർത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. അവിടെ ആൽഫ പാർട്ടിക്കിൾസ് ഫോളോ ചെയ്തത് ഒരു ഹൈപ്പർബോളിക് ഓർബിറ്റാണ്. അതിന്റെ കാരണം എന്താണ്? ഗോൾഡ് ഫോയിലിലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഗോൾഡ് ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസും തമ്മിലുള്ള ഇന്ററാക്ഷൻ, സെൻട്രൽ ഫോഴ്സ് ഇന്ററാക്ഷൻ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഗ്രെയ്റ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഷേപ്പ് എന്തായിട്ട് മാറും? ഹൈപ്പർബോളിക് ഷേപ്പായിട്ട് മാറും. നൗ ദ തേർഡ് കേസ്, ദ എപ്സിലൺ ഈസ് ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 1. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ അതൊരു എലിപ്സ് ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ? 3നേക്കാൾ ചെറുതും 0ത്തേക്കാൾ കൂടുതൽ. ഇതെപ്പോഴാണ് സംഭവിക്കുക? അത് സംഭവിക്കുന്നത് ഓൺലി ഇഫ് ദ ടോട്ടൽ എനർജി ഈസ് ലെസ് ദാൻ 0 അല്ലേ? ഇത് നെഗറ്റീവ്, ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയാൽ മാത്രമേ ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയാൽ മാത്രമേ എപ്സിലൺ എന്ന് പറയുന്നത് 1നേക്കാൾ താഴെ പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എനർജി നെഗറ്റീവ് ആണ്. എനർജി നെഗറ്റീവ് ആകുന്ന എപ്പോഴാണ്? വെൻ ദ ഇന്ററാക്ഷൻ ഈസ് ആൻ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ. 2 ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലുള്ള അട്രാക്ഷനോ 2 മാസസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷനോ ആവാം. ഗ്രാവിറ്റേഷൻ ഇന്ററാക്ഷൻ ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷനിൽ ഒരിക്കലും ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷനിലെ പോലെ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നൊരു കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷനിലെ എനർജി എപ്പോഴും നെഗറ്റീവ് ആയതുകൊണ്ട് അവിടുത്തെ ട്രജക്ടറി, അത്തരം മോഷൻസ് എപ്പോഴും എന്തായിരിക്കും? എലിപ്റ്റിക്കലായിരിക്കും. വാട്ട് ഇഫ് എപ്സിലൺ ഈസ് ഈക്വൽ ടു 0? അപ്പോൾ അതെന്തായിരുന്നാ പറഞ്ഞ് ഒരു സർക്കിൾ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എപ്സിലൺ ഇവിടെ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓൺലി ഇഫ് 1 + 2l² E/mk² is equal to 0. Or in other words, it gives 2l² E/mk² is equal to -1. അല്ലെങ്കിൽ E is equal to -mk² divided by 2l². അപ്പോൾ എക്സാക്ട്ലി എനർജി ഈ വാല്യൂവിന് ഈക്വൽ ആവണം. -mk² ഡിവൈഡഡ് ബൈ 2l² എന്ന വാല്യൂവിന് എക്സാക്റ്റ് ആയിട്ട് എനർജി ഈക്വൽ ആയാൽ മാത്രം അതെന്തായിരിക്കും? അതൊരു സർക്കുലർ ഓർബിറ്റ് ആയിരിക്കും. ഈ സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സ്പെഷ്യൽ കേസാണ്. എലിപ്സിന് 2 ഫോക്കസുകളുണ്ട്. ഈ 2 ഫോക്കസ്, ഒരു സർക്കിളിന് ഒരു സെന്റർ ആണുള്ളത്, ഒറ്റ സെന്റർ. എലിപ്സിന് 2 ഫോക്കസുകളുണ്ട്. ഈ 2 ഫോക്കസുകളും കൂടി ഒറ്റ പോയിന്റിലേക്ക് വന്നാൽ അതൊരു പെർഫെക്റ്റ് സർക്കിൾ ആയിട്ട് മാറും. അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി 0 ആയിട്ടുള്ള ഒരു എലിപ്സ് ആണ് സർക്കിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എനർജിയുടെ ടേംസിൽ എങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സ് മോഷന്റെ ഈ ട്രജക്ടറിയുടെ ഷേപ്പ് പറയുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ടേണിംഗ് പോയിന്റ്സ് എവിടെയായിരിക്കും എന്ന് പറഞ്ഞു, അതിന്റെ ഷേപ്പും എനർജിയും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞു, അതിന്റെ എക്സെൻട്രിസിറ്റി തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സോ ദിസ് കൺക്ലൂഡ്സ് ദ ജനറൽ ഡിസ്കഷൻ ഓൺ ദ മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു പ്രോബ്ലത്തിലേക്കാണ്, അടുത്ത സെക്ഷൻ, ചാപ്റ്ററിൽ വേറൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് സപ്പോസ് നൗ ഇറ്റ്സ് കോൾഡ് കെപ്ലേഴ്സ് ലോസ്. കെപ്ലേഴ്സ് ലോസ് എന്നാണ് നമ്മൾ ആ സെക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കെപ്ലർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കെപ്ലേഴ്സ് ലോസ്, ഒരു പഴയകാല ശാസ്ത്രജ്ഞനാണ് കെപ്ലർ എന്ന് പറയുന്നത്. കെപ്ലർ നമുക്ക് ആസ്ട്രോണമിയെ കുറിച്ചുള്ള നമ്മുടെ അറിവിൽ ഏറ്റവും നിർണായകമായ സംഭാവന കൊടുത്തിട്ടുള്ള ഒരാളാണ്. വേറൊന്നുമല്ല, ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ റെവല്യൂഷണറി ഐഡിയ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഓഫ് പ്ലാനറ്റ്സ്. കെപ്ലറിന് മുമ്പുള്ള കാലം, കെപ്ലർ 1600കളുടെ അവസാനം ജീവിച്ചിരുന്ന ആളാണ്. കെപ്ലറിന് മുമ്പ് വരെ ആയിരക്കണക്കിന് വർഷം മനുഷ്യർ കരുതിയിരുന്നത് ഈ ആകാശത്തെ വസ്തുക്കളുടെ എല്ലാം മോഷൻ എപ്പോഴും പെർഫെക്റ്റ് സർക്കിളിലായിരിക്കും. ഓക്കെ, അതവർ കണ്ടെത്തിയതൊന്നുമല്ല, അവർക്ക് അങ്ങനെ വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ ആകാശത്തെ ആക്ച്വൽ വസ്തുക്കളുടെ മോഷൻ, ഇപ്പോൾ ഗ്രഹങ്ങളുടെയൊക്കെ മൂവ്മെന്റ്, നമ്മൾ നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഗ്രഹങ്ങൾ മൂവ് ചെയ്യുന്ന പാത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഈ സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ അതുമായിട്ട് മാച്ച് ആവുന്നതല്ലാത്ത ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒബ്സർവേഷൻസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പരാക്രമങ്ങൾ ആൾക്കാർ ഈ അന്നത്തെ മോഡൽ ഓഫ് യൂണിവേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം വളരെ രസകരമാണ്, ഒരുപാട് സമയം എടുക്കുന്നുള്ളൂ, നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള കോംപ്ലക്സ് മോഡലുകളും ആൾക്കാർ കൊണ്ടുവന്നു. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്സർവ്ഡ് പ്ലാനറ്ററി മോഷനും ഈ തിയറട്ടിക്കൽ പെർഫെക്റ്റ് സർക്കിളിലുള്ള മോഷനും തമ്മിൽ മാച്ച് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കിളിൻ്റെ മുകളിലൂടെ മറ്റൊരു സർക്കിൾ വരയ്ക്കുക, എപ്പി സൈക്കിൾസ് എന്നൊക്കെ പറയുന്ന മൂവ്മെന്റ്, അതെല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്തത് കെപ്ലറുടെ ഈ ഒരു ഐഡിയ ആണ്. കെപ്ലറുടെ ഐഡിയ എന്ന് പറയുന്നത് ഈ
പ്ലാനറ്ററി ഓർബിറ്റിനെ സംബന്ധിച്ച് അന്നത്തെ ഏറ്റവും റെവല്യൂഷണറി ഐഡിയകളായിരുന്നു. കെപ്ലർ ജീവിച്ചിരുന്നത് ന്യൂട്ടന് മുമ്പാണെന്ന് ആലോചിക്കണം. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളൊക്കെ വരുന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം എന്താണ്, എനർജിയുടെ വാല്യൂ ഒക്കെ വെച്ചിട്ട് ഈ ട്രാജക്ടറി എലിപ്റ്റിക്കലായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ. പക്ഷേ കെപ്ലർ ജീവിക്കുന്ന കാലത്ത് ഗ്രാവിറ്റിയെക്കുറിച്ച് അറിയില്ല. ന്യൂട്ടൺ അതിന് ശേഷമാണ് ഗ്രാവിറ്റി കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെപ്ലർ ഇത് ഒബ്സർവേഷനിലൂടെ മാത്രം കണ്ടെത്തിയതാണ്. ഓക്കെ, ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലല്ല കെപ്ലർ കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ കെപ്ലറുടെ അന്നത്തെ നിയമങ്ങൾ നമുക്ക് ഇപ്പോൾ ഗുരുത്വാകർഷണം ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കെപ്ലേഴ്സ് ലോസ് വളരെ ഫേമസ് ആവുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ചരിത്രം ശ്രദ്ധിക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ, ന്യൂട്ടന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ടേണിംഗ് പോയിന്റ്സും ട്രജക്ടറിയൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കെപ്ലേഴ്സ് ലോസ് അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഡെറൈവ് ചെയ്തെടുക്കാൻ നമുക്ക് തോന്നും. പക്ഷെ അല്ല, കെപ്ലർ അത് കണ്ടെത്തുന്നത് ന്യൂട്ടന്റെ ഈ ലോയും നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പാണ്. സോ ദാറ്റ് ഈസ് വൈ കെപ്ലർ ഈസ് കൺസിഡേർഡ് ആസ് എ റെവല്യൂഷണറി ഇൻ ഫിസിക്സ്. ഓക്കെ, അപ്പോൾ കെപ്ലറിന്റെ 3 നിയമങ്ങളാണ്. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ നിയമം ഇറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഓർബിറ്റ്സ്. ലോ ഓഫ് ഓർബിറ്റ്സ്. ലോ ഓഫ് ഓർബിറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Every planet moves in an elliptical orbit around the sun being at one of its foci എന്നാണ് ആ നിയമം പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു എലിപ്സ് ആദ്യം വരയ്ക്കാം. How an ellipse looks. ഓക്കെ, അപ്പോൾ എലിപ്സിൻ്റെ ഷേപ്പ് പരിചയം ഉണ്ടാവും, എന്നാലും അതൊരിക്കൽ കൂടി പറയാം. സപ്പോസ് വി ഹാവ് എലിപ്സിൻ്റെ ഈ ഒരു ഷേപ്പ് ജനറലി നമുക്ക് പറയാം. ഓക്കെ, എലിപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ജനറലി ഒരു എലിപ്സ്. എലിപ്സിന് എപ്പോഴും ഒരു സർക്കിളിന് ഒരു സെൻറ്റർ ഉള്ള പോലെ എലിപ്സിന് 2 ഫോക്കസുകളാണ് ഉള്ളത്, 2 പോയിന്റ്സ് ഉണ്ട്, 2 ഫോക്കസ്. ഓക്കെ, അപ്പോൾ കെപ്ലറുടെ ലോ പറയും, ഫസ്റ്റ് ലോ പറയുന്നത് എവറി പ്ലാനറ്റ് മൂവ്സ് ഇൻ ആൻ ഓർബിറ്റ് ദറ്റ് ഇസ് എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പുള്ള ഓർബിറ്റിലാണ് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് എന്നാണ് കെപ്ലർ പറയുന്നത്. ആ സണ്ണിൻ്റെ പൊസിഷൻ, സൺ ബീയിങ് അറ്റ് വൺ ഓഫ് ദ ഫോസൈ. ഓക്കെ, വാക്ക് ഫോസൈ എന്നാണ്. ഫോസൈ ഈസ് പ്ലൂറൽ ഓഫ് ഫോക്കസ്. ഓക്കെ, എലിപ്സിന് 2 ഫോക്കസുകളുണ്ട്. ആ ഫോക്കസുകളിൽ ഒന്നിലാണ് സണ്ണിൻ്റെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ചോദിക്കുക എന്നാൽ പിന്നെ മറ്റേ ഫോക്കസിൽ എന്താണെന്ന് ചോദിക്കുക. ആ ചോദ്യത്തിന് അർത്ഥമില്ല, കാരണം എലിപ്സ് ഒരു മാത്തമാറ്റിക്കൽ ഷേപ്പാണ്. ഓക്കെ, അതിന് 2 പൊസിഷൻസ് ആണ് ഫോക്കസ് എന്ന് പറയുന്നത്. അത് മറ്റേ പൊസിഷനിലൊന്നുമില്ല, ഒരു ഫോക്കസിൽ ആണ് സണ്ണിൻ്റെ പൊസിഷൻ. ആ എലിപ്സിൻ്റെ പെരിമീറ്ററിലൂടെയാണ് എപ്പോഴും പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ദ ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി ലോ ഓഫ് കെപ്ലർ, ഓർ അതർവൈസ് കോൾഡ് ദ ലോ ഓഫ് ഓർബിറ്റ്സ്. ഓക്കെ, അപ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ, ഫോക്കസ്, ഇതിൻ്റെ മോഷൻ്റെ ടൈപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ലോ ഓഫ് ഓർബിറ്റ്സ് പറയുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇഫ് യു നോ ദ ഇക്വേഷൻ ഫോർ എക്സെൻട്രിസിറ്റി, ε² ഈസ് ഈക്വൽ ടു 1 + 2l² E/m² എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ E നെഗറ്റീവ് ആണെങ്കിൽ, <0 ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എക്സെൻട്രിസിറ്റി 1നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ബി ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പോൾ പൊതുവെ പരീക്ഷയ്ക്ക് കെപ്ലേഴ്സ് ലോസും അതിൻ്റെ പ്രൂഫും ചേർത്താണ് ചോദിക്കുന്നത്. അപ്പോൾ കെപ്ലറുടെ ലോയുടെ പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഫസ്റ്റ് ലോയുടെ പ്രൂഫായിട്ട് ഈ എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയിട്ട് ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ -Gm1m2/r അല്ലെങ്കിൽ -k/r നമ്മൾ അവിടെ എഴുതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആണെന്നും അങ്ങനെ വരുമ്പോൾ എപ്സിലൺ എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാകുമെന്നും എപ്സിലൺ 1നേക്കാൾ ചെറുതാകുമ്പോൾ അതിൻ്റെ ഷേപ്പ് എലിപ്റ്റിക്കൽ ആകും എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ പ്രൂഫ് വരും. ഓക്കെ, സോ ഫസ്റ്റ് ലോയുടെ പ്രൂഫ് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി രണ്ടാമത്തെ ലോ ഇറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഏരിയാസ്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഈ എലിപ്സ് വരയ്ക്കാം. Suppose you have an elliptical orbit here. Now നമുക്കൊരു എലിപ്സ് ഉണ്ട്, ആൻഡ് ഈ എലിപ്സിൽ ഇവിടെയാണ് സൺ എന്ന് കരുതുക. ദിസ് ഈസ് സൺ.
and the planet is somewhere here. Okay, planet ഇങ്ങനെ മൂവ് ചെയ്യാം. Now you consider a radius vector connecting sun to the planet. Okay, r എന്ന് പറയുന്നത് റേഡിയസ് വെക്ടർ സണ്ണിനെയും പ്ലാനറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കരുതുക. Now what happens to the radius vector if the planet moves? Suppose ഈ പ്ലാനറ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തി എന്ന് കരുതുക. ഇവിടെ എത്തിയാൽ ഈ റേഡിയസ് വെക്ടർ എങ്ങോട്ടാവും? റേഡിയസ് വെക്ടർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, ഈ പ്ലാനറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ റേഡിയസ് വെക്ടർ എന്താണ് ചെയ്യുന്നത്? ദ റേഡിയസ് വെക്ടർ സ്വീപ്സ് എ ഡെഫിനറ്റ് ഏരിയ. ഓക്കെ, ഇങ്ങനെ ഈ ചൂല് കൊണ്ട് മുറ്റത്ത് തൂത്ത് പോകുന്നത് പോലെയാണ് ഈ പ്ലാനറ്ററി മോഷൻ്റെ കൂടെ ഈ റേഡിയസ് വെക്ടർ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? When the planet moves, the radius vector connecting the sun and the planet sweeps an area. ആ വാക്ക് ശ്രദ്ധിക്കുക, സ്വീപ്പ്. നമ്മൾ തൂക്കുക എന്ന് പറയുന്നത് അതേ അർത്ഥമാണ്, ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്വീപ്സ് ആൻ ഏരിയ. ഓക്കെ, ഈ ഇങ്ങനെ ഏരിയ. അപ്പോൾ ഈ പ്ലാനറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി എവിടെ വരും? ഒഫീഷ്യലി അൾട്ടിമേറ്റ്ലി ഈ പഴയ പൊസിഷനിൽ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ റേഡിയസ് വെക്ടർ ഇങ്ങനെ ഈ എൻറ്റയർ എലിപ്സിനെ സ്വീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ പരിഗണിച്ചാൽ ഈ പ്ലാനറ്റ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ പൂർത്തിയാക്കുമ്പോൾ ഇത് ആ എലിപ്സിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിട്ടുള്ള ഏരിയ സ്വീപ്പ് ചെയ്യും എന്ന് കാണാം അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയയെ ആണ് നമ്മൾ അതിൻ്റെ ഏരിയൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സണ്ണിനെയും പ്ലാനറ്റിനെയും കണക്ട് ചെയ്യുന്ന റേഡിയസ് വെക്ടർ ഒരു യൂണിറ്റ് ടൈമിൽ സ്വീപ്പ് ചെയ്യുന്ന ഏരിയയെ പ്ലാനറ്റിൻ്റെ ഏരിയൽ വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഏരിയൽ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കെപ്ലേഴ്സ് ലോ സെക്കൻഡ് ലോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the aerial velocity of the radius vector of a planet is a constant. Okay, പ്ലാനറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ ഏരിയൽ വെലോസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിനർത്ഥം വേറെ രീതിയിൽ പറഞ്ഞാൽ ദ റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു എ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഇപ്പോൾ ഒരു മണിക്കൂർ എടുത്തു. ഇപ്പോൾ ഭൂമിയുടെ എക്സാമ്പിൾ എടുക്കൂ. ഭൂമി ഒരു തവണ കറങ്ങി വരാൻ 365 ദിവസം എടുക്കും. സപ്പോസ് ഒരു മാസം കൊണ്ട് ഭൂമി എത്ര ദൂരം പോകുന്നെന്ന് ആലോചിക്കുക. ഓക്കെ, ജൂലൈ എന്ന് പറഞ്ഞ ഒരു മാസം കൊണ്ട് ഭൂമി എത്ര മൂവ് ചെയ്യുന്നു, അതുപോലെ ജനുവരി എന്ന് പറഞ്ഞ മാസത്തിൽ ഭൂമി എത്ര മൂവ് ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും ഒരു മാസം 30 ദിവസത്തെ കാലയളവാണെങ്കിൽ ഈ 30 ദിവസം എന്ന് പറഞ്ഞ പീരീഡ് സെയിം ആയിരിക്കുന്നിടത്തോളം കാലം ഈ രണ്ട് സമയത്തും ഈ പ്ലാനറ്റ് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? എലിപ്സ് ആണെമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയത്ത് ഇപ്പോൾ പ്ലാനറ്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഈ പ്ലാനറ്റ് ഈസ് ഹിയർ, ഈ റേഡിയസിന് നീളം കൂടുതലാണ് അല്ലേ? പക്ഷെ പ്ലാനറ്റ് ഇവിടെ ആയിരിക്കുമ്പോഴോ ഈ റേഡിയസിന് നീളം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽ ഈക്വൽ ഏരിയ ആണ് സ്വീപ്പ് ചെയ്യുന്നതിന് അർത്ഥം എന്താണ്? ഈ ദൂരെ ആയിരിക്കുമ്പോൾ സെയിം ഏരിയ സ്വീപ്പ് ചെയ്യണമെങ്കിൽ പ്ലാനറ്റ് കുറച്ച് ദൂരം പോയാൽ മതി അല്ലേ? പക്ഷെ അടുത്താവുമ്പോഴും കൂടുതൽ ദൂരം പോയാലേ എത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം പ്ലാനറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ suppose if this is the radius vector, then this is the area. Okay, അപ്പോൾ ഈ റേഡിയസ് ചെറുതാവുമ്പം ഈ ആർക്ക് വലുതാവണം അല്ലേ? ഈ ആർക്ക് വലുതായാൽ മാത്രമേ അത്ര ഏരിയ സ്വീപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഈ പ്ലാനറ്റ് സണ്ണിനോട് കൂടുതൽ അടുത്ത് വരുമ്പോൾ അത് കൂടുതൽ വേഗത്തിലാണ് അതിൻ്റെ ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഈക്വൽ ഏരിയ സ്വീപ്പ് ചെയ്യാൻ കഴിയും അല്ലേ? പ്ലാനറ്റ് സണ്ണിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ, അത് ലോ ഓഫ് ഏരിയാസിൻ്റെ ഒരു റിസൾട്ടാണ്, അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് പറയാം. സോ ദ ലോ ഓഫ് ഏരിയാസ് സേസ് ദാറ്റ് ദ ഏരിയൽ വെലോസിറ്റി ഓഫ് എ റേഡിയസ് വെക്ടർ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഓർബിറ്റിലെ പ്ലാനറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഏരിയൽ വെലോസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ ഏരിയൽ വെലോസിറ്റി സെയിം ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി ആ പ്ലാനറ്റ് സണ്ണിൽ നിന്ന് ദൂരെ പോകുമ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി കുറവും, സണ്ണിനോട് അടുത്ത് വരുമ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി കൂടുതലുമായിരിക്കും. നമ്മുടെ ഭൂമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭൂമി ജനുവരിയിലാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത്, ജൂണിലാണ് സൂര്യനിൽ നിന്നും പരമാവധി അകലെ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനുവരിയിൽ ഭൂമി അതിൻ്റെ ഓർബിറ്റിലൂടെ കൂടുതൽ വേഗത്തിലാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ സെക്കൻഡ് ലോയുടെ പ്രൂഫാണ്. നമുക്ക് എങ്ങനെ ഈ സെക്കൻഡ് ലോ പ്രൂവ് ചെയ്യും? ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോസ് ഇഫ് ദിസ് ഈസ് ദ ആർ എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ എടുത്തു,
അപ്പോൾ ഈ പ്ലാനറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ സപ്പോസ് DA ഈസ് ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദ പ്ലാനറ്റ് എന്ന് തൽക്കാലത്തെ സൗകര്യത്തിനായിട്ട് എടുക്കുക. DA എന്ന് പറയുന്ന ഏരിയ ആണ് സ്വീപ്പ് ചെയ്തെടുക്കുന്നത്. ആ സമയം കൊണ്ട് ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളാണ് ഈ റേഡിയസ് വെക്ടർ സബ്റ്റൻഡ് ചെയ്യുന്നതെന്ന് കരുതുക. സോ ദിസ് ഏരിയ, സോ ഡി തീറ്റ എന്ന് പറയുന്നൊരു ഏരിയ. അപ്പോൾ ഈ റേഡിയസ് വെക്ടർ ഡി തീറ്റ ആംഗിൾ തിരിയുമ്പോൾ അതിൻ്റെ ഏരിയ എത്ര മാറി? DA എന്ന് പറയുന്നത് മാറി. DA എന്ന് പറഞ്ഞ അളവിലേക്ക് മാറി. അല്ലെങ്കിൽ കുറച്ച് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ അളവാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ തീറ്റ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ A ഏരിയ സ്വീപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, ഇനി ഈ ഡെൽറ്റ A എന്ന് പറഞ്ഞ ഏരിയ എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ സപ്പോസ് ഈ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ദൂരം വളരെ വലുതായതുകൊണ്ട് ഈ വളരെ ചെറിയൊരു ഇന്റർവെൽ ഇന്റർവെൽ ഡെൽറ്റ T ടെൻസ് ടു 0, വളരെ ചെറിയൊരു ഇന്റർവെല്ലിൽ ഈ പ്ലാനറ്റ് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ആർക്കിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ ആർക്കിന് ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ, അപ്പോൾ R ഡെൽറ്റ തീറ്റ ആയിരിക്കും അല്ലേ. റേഡിയസ് ഇൻറ്റു ആംഗിൾ, R ഡെൽറ്റ തീറ്റ ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്മോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇവിടെ സൈസ് R ഡെൽറ്റ തീറ്റ, ഇത് R. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ, സോ ദിസ് ഇസ് DA എന്ന് പറഞ്ഞ ഏരിയ ആണെങ്കിൽ, സോ ഡെൽറ്റ A എന്ന് പറഞ്ഞ ഏരിയ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡെൽറ്റ A ആസ് ഹാഫ് BH. Okay, half BH here stands for half R into R delta theta, or in other words you can write delta A is equal to half R square delta theta എന്ന് നമുക്ക് എഴുതാം. Okay, so this where delta theta is the angle subtended by the radius vector, R is the radius vector, magnitude of the radius vector, and delta A is the area swept by that. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിത്ത് എ ടൈം ഡെൽറ്റ T, ഡെൽറ്റ A ബൈ ഡെൽറ്റ T വിൽ സ്റ്റാൻഡ് ഫോർ ദ ഏരിയൽ വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ എഴുതാം? ഹാഫ് R സ്ക്വയർ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ T എന്ന് എഴുതാം. ഓക്കെ, ഇൻ എ ലിമിറ്റ് ഡെൽറ്റ T ടെൻഡിങ് ടു 0, യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ഡെൽറ്റ A ബൈ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു DA ബൈ DT. ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഏരിയൽ വെലോസിറ്റി. This will be given by half R square d theta by dt എന്ന് കിട്ടും അല്ലേ. Or in other words, this can be written as half R square theta dot എന്ന് എഴുതാം. ഓക്കെ, നമുക്കിനി വേറൊരു എക്സ്പ്രഷൻ കൂടെ അറിയാം. എന്താണത്? M R square theta dot എന്താണ്? M R square theta dot is nothing but L, angular momentum. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ half R square theta dot can be written as L by 2m. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എക്സ്പ്രഷൻ തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ന്യൂ എക്സ്പ്രഷൻ? ദാറ്റ് ന്യൂ എക്സ്പ്രഷൻ ഗിവ്സ് DA by DT is equal to L by 2m. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? This represents, say, ഈ എക്സ്പ്രഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദിസ് ഇക്വേഷൻ ഷോസ് DA by DT is equal to L by 2m, വേർ L എന്താണ്? L എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം, M എന്ന് പറയുന്ന റെഡ്യൂസ്ഡ് മാസ് ആണ്. ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. ദാറ്റ് ഷോസ് ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്? ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ലോ ഓഫ് കെപ്ലറുടെ രണ്ടാമത്തെ പ്ലാനറ്ററി ലോ അനുസരിച്ചിട്ട് ഏരിയൽ വെലോസിറ്റി ഓഫ് ദ റേഡിയസ് വെക്ടർ ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദിസ് ഈസ് ദ പ്രൂഫ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലോ. കൂട്ടത്തിൽ കുറച്ചുകൂടി സമയമെടുത്ത് മാത്രം കെപ്ലർ ഡിറൈവ് ചെയ്തിട്ട് കണ്ടെത്തിയ ഇക്വേഷനാണ് ഹാർമോണിക് ലോ. ദിസ് ഈസ് ദ തേർഡ് ലോ ഓഫ് കെപ്ലർ ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹാർമോണിക് ലോ. ഓക്കെ, ഹാർമോണിക് ലോ എന്ന് പറയുന്നത് കുറച്ചുകൂടി സമയമെടുത്ത്, അതായത് 1606 കെപ്ലർ ആദ്യത്തെ രണ്ട് നിയമങ്ങൾ കണ്ടെത്തുന്നത്. 1616
കെപ്ലർ ഈ മൂന്നാമത്തെ ലോ കണ്ടെത്തുന്നത്. അത് കുറച്ചുകൂടി ഹാർഡ് ഒബ്സർവേഷനിലൂടെ മാത്രമാണ് കെപ്ലറിന് ആ ലോയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. നമുക്കിനി അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹാർമോണിക് ലോ നമുക്ക് ഡിറൈവ് ചെയ്തതിനു ശേഷം സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഇക്വേഷൻ ആദ്യം നമ്മളിപ്പോൾ കണ്ടെത്തിയ ഇക്വേഷൻ നമുക്ക് ഒരിക്കൽ കൂടെ എഴുതാം. ഓക്കെ, ഏതാണ്? ഡി എ ബൈ ഡി ടി is equal to L by 2m. Now what if you integrate this expression with respect to time from 0 time to a complete time period of revolution? Okay, capital T ആണ് പ്ലാനറ്റ് ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന സമയമെങ്കിൽ ഈ ഡി എ ബൈ ഡി ടിയെ നമ്മൾ ആ ടൈം പീരീഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. 0 to capital T dA by dt dt. So here also it comes capital 0 to t L by 2m into dt. Okay, so this essentially becomes override time period 0 to t dA. Okay, so this gives you integral 0 to t L by 2m into dt. Okay, what is ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുമ്പോൾ ഈ ഡി എ എന്തായിരിക്കും? ഓക്കെ, ഡി എ എന്ന് പറഞ്ഞാൽ ഏരിയയിൽ ആ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ. ഓവർ എ കംപ്ലീറ്റ് പീരീഡ് ദിസ് ഏരിയ ബിക്കംസ് ദ ഏരിയ ഓഫ് ദ എലിപ്സ്. അല്ല, ഏരിയ ഓഫ് ദ എലിപ്സ് എന്താണ്? ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു പൈ എ പി, വേർ എ ആൻഡ് ബി സ്റ്റാൻഡ്സ് ഫോർ ദ സെമി മൈനർ ആൻഡ് സെമി മേജർ ആക്സിസ്. അത് ഞാൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ വരയ്ക്കാം നമുക്ക് ആ എലിപ്സ്. സോ എലിപ്സ് ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ, and ellipse has two major axes. One is a semi-major axis. One is a semi-major axis and another one is a semi-minor axis. Okay, ഈ ചുവന്ന നിറത്തിൽ വരച്ചേക്കുന്നതാണ് സെമി മൈനർ ആക്സിസ്. ക്യാപിറ്റൽ പച്ച നിറത്തിൽ ഇനി വരയ്ക്കാൻ പോകുന്നത് സെമി മേജർ ആക്സിസ്. ഓക്കെ, സോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എലിപ്സ് എന്നുണ്ടെങ്കിൽ സെമി മൈനർ ആക്സിസും ഉണ്ട്, സെമി മേജർ ആക്സിസും ഉണ്ട്. ഇതിൽ ഈ സെമി മേജർ ആക്സിസിൻ്റെ ദൂരമാണ് എ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ ഈസ് ദ സെമി മേജർ ആക്സിസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ എങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. സെമി മൈനർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ആണ് ബി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എർത്തിൻ്റെ ഓർബിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? സണ്ണുണ്ട്. സപ്പോസ് സണ്ണിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. സൺ ഈ ഒരു ഫോക്കസിലാണ് അല്ലേ? സണ്ണിൻ്റെ പൊസിഷൻ ഇവിടെ എൻ്റെ ഒരു ഫോക്കസിലാണെന്ന് ആലോചിക്കുക. അതിന് എയുമായിട്ടും ബിയുമായിട്ടും നേരിട്ട് ബന്ധമില്ല. ഓക്കെ, എയും ബിയും എവിടെ നിന്നാണ്? ആ എലിപ്സിൻ്റെ സെമി മേജർ ആക്സിസിൻ്റെയും സെമി മൈനർ ആക്സിസിൻ്റെയും ഡിസ്റ്റൻസസ് ആണ്. അതിന് ഫോക്കസുമായിട്ട് നേരിട്ട്, ഫോക്കസിൽ നിന്നല്ല ഈ ദൂരങ്ങൾ അളക്കുന്നത്. ഓക്കെ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പടം ഇങ്ങനെ വരച്ചത്. ഓക്കെ, നൗ പൈ എ ബി, ഈ എയും ബിയും ഇനിയിപ്പോൾ സർക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? സർക്കിൾ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? പൈ ഇൻറ്റു എ സ്ക്വയർ അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറും. ഓക്കെ, എലിപ്സ് ആണെങ്കിൽ പൈ എ ബി ആണ് ആ എലിപ്സിൻ്റെ ഏരിയ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ട് ഈസ് ദിസ് ഇൻ്റഗ്രൽ? ഇൻ്റഗ്രൽ 0 to t L by 2m into dt. എല്ലും എം ഒക്കെ കോൺസ്റ്റൻസ് ആണ്. ഇവിടെ 0 to capital T dt എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ ടൈം പീരീഡ് ഓഫ് ദ പ്ലാനറ്റ് ക്യാപിറ്റൽ ടി, അല്ലെ? LT by 2m. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം? നേരത്തെ ഈ ഇൻ്റഗ്രലിൽ നമുക്ക് എന്താ എഴുതാം? പൈ എ ബി ഈസ് ഈക്വൽ ടു LT by 2m എന്ന് എഴുതാം, അല്ലേ? ഓർ ഇൻ അതർ വേർഡ്സ് യു ക്യാൻ റൈറ്റ് T is equal to 2 pi m AB divided by L. Okay, so this is the expression. നമുക്ക് കിട്ടുന്നത് 2 pi m AB by L എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ടൈം പീരീഡിന് നമുക്ക് കിട്ടും. Now ഇനി ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം പിടികിട്ടും. ഇതിനകത്ത് ആർ മിനിമവും ആർ മാക്സിമവും എവിടെയാണെന്ന് മനസ്സിലാവും. ഏതൊക്കെയാണ് ആർ മിനിമവും ആർ മാക്സിമം?
ആർ മിനിമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സണ്ണിൽ നിന്നും ഈ പ്ലാനറ്റിൻ്റെ ഈ എക്സ്ട്രീമിലേക്കുള്ള ദൂരമാണ്. സോ ദിസ് ഈസ് ആർ മിനിമം. സണ്ണിൽ നിന്നും അതിൻ്റെ മറ്റേ എക്സ്ട്രീമിലേക്കുള്ള പോയിൻ്റാണ് എന്ത്? ആർ മാക്സിമം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം പിടികിട്ടും, ആർ മിനിമവും ആർ മാക്സിമവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2a. ഓക്കെ, ആ എക്സ്പ്രഷൻ ഈ എലിപ്സിൽ നമുക്ക് കിട്ടും. സോ വി ക്യാൻ അപ്ലൈ ദാറ്റ് ടു ഹിയർ. എങ്ങനെ? 2a is equal to r maximum plus r min. ഓക്കെ, നമ്മൾ ആർ മാക്സിമത്തിനും ആർ മിനിമത്തിനും ഇക്വേഷൻ നേരത്തെ എഴുതി. 1/r minimum is equal to mk/l² into 1 plus epsilon, and 1/r maximum is equal to mk/l² into 1 minus epsilon. ഓക്കെ, ഇത് നമുക്ക് എന്താ എഴുതാം? ആർ മിനിമം ഇസ് ഈക്വൽ ടു L²/mk, നേരെ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും, ഇൻറ്റു 1/1 പ്ലസ് എപ്സിലൺ, ആൻഡ് ആർ മാക്സിമം ഈക്വൽ ടു L²/mk ഇൻറ്റു 1/1 മൈനസ് എപ്സിലൺ. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷനും നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് 2a, റൈറ്റ്? അപ്പോൾ 2a ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആർ മിനിമം ആർ മാക്സിമം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ L²/mk കോമൺ ആണ്. L²/mk ഇൻറ്റു 1/1 പ്ലസ് എപ്സിലൺ പ്ലസ് 1/1 മൈനസ് എപ്സിലൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് എപ്സിലൻ്റെയും 1 മൈനസ് എപ്സിലൻ്റെയും കൂടി LCM കണ്ടെത്തിയാൽ നമുക്കിത് കൂട്ടാം, അല്ലേ? സോ ദാറ്റ് വിൽ ഗിവ് യു this is equal to L²/mk into 1 minus epsilon plus 1 plus epsilon divided by 1 minus epsilon square. a plus b into a minus b is equal to a square minus b square. അപ്പോൾ 1 minus epsilon plus epsilon cancel ചെയ്ത് പോകും. you will get എന്താണ് അവിടെ കിട്ടാൻ പോകുന്നത്? 2L²/mk into 1/1 minus epsilon square. സോ ഇതാണ് 2a എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് L² ഈസ് ഈക്വൽ ടു 2, ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും, അല്ലേ? 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ L² ഈസ് ഈക്വൽ ടു യു ഗെറ്റ് mka ഇൻറ്റു 1 മൈനസ് എപ്സിലൺ സ്ക്വയർ എന്ന് കിട്ടും. L² ഈസ് ഈക്വൽ ടു mka 1 മൈനസ് എപ്സിലൺ സ്ക്വയർ എന്ന എക്സ്പ്രഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യണം? T² എക്സ്പ്രഷൻ തൊട്ട് മുമ്പ് എഴുതിയ ഏതാണ്? T ഇവിടെ ഉണ്ട്, 2πmab/L. അവിടെ നമുക്ക് എല്ലിനൊരു എക്സ്പ്രഷൻ കിട്ടി. നമുക്ക് L² എക്സ്പ്രഷൻ കിട്ടി. അപ്പോൾ L² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് T² ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ T²? നമുക്ക് T² ഈസ് ഈക്വൽ ടു ആ 2πmab ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 2πmab ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ L² എന്ന് കിട്ടും, അല്ലേ? ഓർ ഇൻ അതർ വേർഡ്സ്, അപ്പോൾ L² വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 4π² m² a² ഡിവൈഡഡ് ബൈ L² വാല്യൂ എന്താണ്? L² വാല്യൂ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന mka ഇൻറ്റു 1 മൈനസ് എപ്സിലൺ സ്ക്വയർ എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. ഓക്കെ, ഇതിനെ ചെറുതായിട്ട് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുക. അതിൻ്റെ അർത്ഥം അത് അടുത്ത് എന്തിനാണെന്നും അടുത്ത സ്റ്റെപ്പ് മനസ്സിലാവും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 4π² m² a³ ഒരു a കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ആണ് ബൈ mk ഇൻറ്റു ഇവിടെ ഒരു b² ബാക്കിയുണ്ട്, b² ബൈ a² ഇൻറ്റു 1 മൈനസ് എപ്സിലൺ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എന്തിനാണ് നമ്മൾ എ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തതെന്ന് ഇനി മനസ്സിലാവും. എന്താണ്? എലിപ്സിൻ്റെ ബേസിക് ഇക്വേഷൻ അനുസരിച്ചിട്ട് യു ക്യാൻ റൈറ്റ് b² ബൈ
ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എപ്സിലൺ സ്ക്വയർ. ഓക്കെ, ഇതെന്താണ്? ഇത് ബേസിക്കലി എപ്പോഴും എലിപ്സിനെ സംബന്ധിച്ച് ബാധകമായിട്ടുള്ള ഇക്വേഷനാണ്. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എപ്സിലൺ സ്ക്വയർ. അത് ഈ ഇക്വേഷനിൽ അങ്ങനെ ഒരു ടേം അവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കൂ. അവിടെ നോക്കിയാൽ നമുക്ക് പിടി കിട്ടും. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഉണ്ട് 1 മൈനസ് എപ്സിലൺ സ്ക്വയർ. സോ ദാറ്റ് മീൻസ് ദിസ് ഈക്വൽസ് 1 അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ എം സ്ക്വയർ എ ക്യൂബ് ഡിവൈഡഡ് ബൈ എം കെ എന്ന എക്സ്പ്രഷനിലേക്ക് നമ്മൾ കിട്ടും. ഓക്കെ, ഇതിൽ 4 പൈ എം കെ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. എം ക്യാൻസൽ ചെയ്ത് പോകും. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതങ്ങനെ കൂടെ എഴുതാം. സോ യു വിൽ ഗെറ്റ് ദിസ് ആസ് 4 പൈ സ്ക്വയർ എം ബൈ കെ ഇൻറ്റു എ ക്യൂബ് എന്ന് കിട്ടും. അല്ലെങ്കിൽ 4ഉം പൈ എമ്മും കെയും എല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് Kepler's third law. Okay, Kepler's third law states that the square of the period of revolution of a planet, എന്താണ് t, square of the period of revolution of a planet, t square, is proportional to the cube of the semi-major axis of the ellipse. A എന്ന് പറയുന്ന ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസ് ആണ്. അപ്പോൾ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് ഓഫ് ദ ഓർബിറ്റ് ഓഫ് ദ പ്ലാനറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെപ്ലേഴ്സ് തേർഡ് ലോ അല്ലെങ്കിൽ ഹാർമോണിക് ലോ എന്ന് വിളിക്കും. അപ്പോൾ കെപ്ലേഴ്സ് ലോ നമ്മൾ 3 ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയാസ് ആൻഡ് ദ ഹാർമോണിക് ലോ. ഓക്കെ, ഇതിൽ ഹാർമോണിക് ലോ ആണ് പ്രൂഫ് കുറച്ച് നീളമുള്ളത്. ബാക്കി രണ്ടും വളരെ പെട്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സോ വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. ഓർത്തു വെക്കുക, കെപ്ലേഴ്സ് ലോസ് അലോങ് വിത്ത് ദ പ്രൂഫ്. അപ്പോൾ അതിൻ്റെ തിയറട്ടിക്കൽ പാർട്ട് ഈ ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്യുന്നു. നമുക്കിതിൻ്റെ പ്രോബ്ലംസ് പിന്നെ വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. തൽക്കാലം നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. ബൈ.